അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയസ്അലൂനക അൻ ദിൽ ഖർനൈൻ ഖുൽ സഅത്ലൂ അലൈക്കും മിൻഹു സിക്റാ ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർളി വആതൈനാഹു മിൻ കുല്ലി ശൈഇൻ സബബാ ഫഅത്ബഅ സബബാ. ആദരണീയരായ ഖുർആൻ പഠിതാക്കളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അവൻ്റെ വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും, നമ്മുടെ സംസാരത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ ഇടപാടുകളിലും നമ്മുടെ ഇടപെടലുകളിലും കാത്തു സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. വിശുദ്ധ ഖുർആൻ്റെ 18-ാമത്തെ അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 82 ആയത്തുകൾ നമ്മൾ ഇതുവരെ പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ് മുതൽ ഒരു ചരിത്ര സംഭവമാണ് വീണ്ടും അള്ളാഹു നമ്മെ ഉണർത്തുന്നത്. നമ്മൾ ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ 4 ചരിത്ര സംഭവങ്ങൾ, 4 കഥകൾ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിലൊന്ന് ഗുഹാവാസികളുടെ സംഭവമാണ്. രണ്ടാമത്തേത് 2 തോട്ടങ്ങളുടെ ഉടമയായ ഒരു വ്യക്തിയുടെയും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെയും ഒരു സംഭവം, ചരിത്രം നമ്മൾ രണ്ടാമതായി പഠിച്ചു. മൂന്നാമതായി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഖിദർ നബി അലൈഹിസ്സലാത്തു വസ്സലാമും തമ്മിലുള്ള സംസാരവും അതേപോലെ തന്നെ ആ ചരിത്ര സംഭവമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഈ ഒരു ആയത്ത് മുതൽ 83-ാമത്തെ ആയത്ത് മുതൽ 98-ാമത്തെ വചനം വരെ അള്ളാഹു നമ്മളോട് മറ്റു ഒരു ചരിത്രമാണ്, അതല്ലെങ്കിൽ മറ്റൊരു കഥയാണ് നമ്മോട് പറഞ്ഞു തരുന്നത്. നമ്മൾ മറ്റ് കഥകളുടെ മുമ്പിൽ, അതല്ലെങ്കിൽ ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, മറ്റു ചരിത്ര ഗ്രന്ഥങ്ങൾ പോലെ അല്ലെങ്കിൽ മറ്റു ചരിത്ര പുസ്തകങ്ങൾ പറയുന്നത് പോലെ ചരിത്രവും കഥയും പറയുന്ന ഒരു ശൈലി വിശുദ്ധ ഖുർആനിലില്ല. എന്താണോ അതിൽ നിന്നും ഈ മാനവരാശിക്ക്, മനുഷ്യ സമൂഹത്തിന് ഗുണകരമായിട്ടുള്ളത്, ആ ഒരു കണ്ടന്റ് മാത്രം പറയുകയാണ് വിശുദ്ധ ഖുർആന്റെ ഒരു ശൈലി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ആ ആള് വന്നതും പോയതും ഇന്ന സ്ഥലത്ത് എന്നെല്ലാം പറയുന്നതിനുപരി അതിൽ നമുക്ക് പാഠമാവേണ്ട ചില കാര്യങ്ങൾ എടുത്ത് പറയാറാണ് പതിവുള്ളത്. അത് ഈ ഒരു ആയത്ത് മുതൽ നമ്മൾ തുടങ്ങുന്ന ദുൽഖർനൈനി എന്ന രാജാവിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ദുൽഖർനൈനി എന്ന രാജാവിനെ കുറിച്ച് പറയുമ്പോഴും ഇത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിതാവാര്, മാതാവാര്, അദ്ദേഹം ഭരിച്ചിരുന്ന രാജ്യങ്ങൾ, ഇങ്ങനെ കൃത്യമായി പറയുന്ന ഒരു സ്വഭാവമല്ല ഈ കഥക്കും ഉള്ളത്. അതിലെന്താണോ നമ്മൾക്ക് ഗുണപാഠമാവേണ്ടത് ആ കാര്യങ്ങൾ മാത്രമാണ് എടുത്ത് പറഞ്ഞു കൊണ്ടുവരുന്നത്. ഇപ്പൊ ദുൽഖർനൈനി എന്ന രാജാവിനെ കുറിച്ച് ധാരാളം ചരിത്ര ഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ തഫ്സീറുകളിൽ തന്നെ ആ സംഭവങ്ങൾ ഇന്ന സ്ഥലത്താണ് എന്നും, അതേപോലെ തന്നെ ദുൽഖർനൈനി എന്ന രാജാവ് അത് ഇന്ന ആളാണ് എന്നൊക്കെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. പക്ഷേ വിശുദ്ധ ഖുർആനിലോ സഹീഹായ ഹദീസിൽ നിന്നോ അദ്ദേഹം ഇന്ന വ്യക്തിയായിരുന്നു, ഇന്ന രാജ്യങ്ങളൊക്കെയായിരുന്നു അദ്ദേഹം ഭരിച്ചിരുന്നത്, അദ്ദേഹത്തിൻ്റെ മാതാവിനെ കുറിച്ചോ പിതാവിനെ കുറിച്ചോ പറയാത്തിടത്തോളം കാലം അദ്ദേഹം ഇന്ന വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് തീർത്തു പറയുവാൻ കഴിയുകയില്ല. ഈ ഹദീസ്, ഈ തഫ്സീറുകളിൽ പറഞ്ഞ ഈ കഥയും ഈ രാജാവ് ഇന്ന വ്യക്തിയായിരുന്നു, അലക്സാണ്ടർ ചക്രവർത്തിയാണ് എന്ന് പറഞ്ഞ വ്യക്തികളുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം ഒരു പ്രവാചകനാണ് എന്ന് പോലും പറഞ്ഞ ആളുകളുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് സ്വീകാര്യയോഗ്യമല്ല. എന്നാൽ അതെല്ലാം ആവുകയില്ല എന്ന് തീർത്ത് പറയുവാനും നമുക്ക് കഴിയുകയില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ എന്ത് പറഞ്ഞോ
സ്വഹീഹായ ഹദീസിലൂടെ ഈ വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനമായി എന്ത് പറഞ്ഞോ അത് വിശ്വസിക്കുക മാത്രമാണ് നമുക്ക് കാരണീയമായിട്ടുള്ളത്, അഥവാ അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നർത്ഥം. അപ്പോൾ ഈ ചരിത്ര സംഭവവും നമുക്ക് ആ രീതിയിലാണ് നമ്മൾ കാണേണ്ടത് എന്ന് ആമുഖമായി പറയുകയാണ്. ഈ ഒരു ചരിത്ര സംഭവത്തിൽ തന്നെ നമ്മളെല്ലാം മനസ്സിലാക്കിയതുപോലെ യഅ്ജൂജ് മഅ്ജൂജ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗം ആളുകളെ കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. അത് നമുക്ക് അതാത് ആയത്തുകൾ എത്തുമ്പോൾ വിശദീകരിക്കാം. ലോകാവസാനത്ത് അന്ത്യനാൾ അടുക്കുമ്പോൾ വരാനിരിക്കുന്ന അടയാളങ്ങളുടെ കൂട്ടത്തിലാണ് യഅ്ജൂജ് മഅ്ജൂജിനെ നമ്മൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നും വിശുദ്ധ ഖുർആന്റെ ആശയങ്ങളിൽ നിന്നും അതിൻ്റെ തഫ്സീറുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ കാര്യം ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ 82-ാമത്തെ വചനം, 83-ാമത്തെ വചനവും 84-ാമത്തെ വചനവും 85-ാമത്തെ വചനവുമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആ വചനത്തിൽ ആദ്യമായി പറയുന്നത് വയസ്അലൂനക, അവർ നിന്നോട് ചോദിക്കുന്നു എന്നുള്ളതാണ്. സഅല എന്ന് പറഞ്ഞാൽ ചോദിച്ചു എന്നാണ്. സഅല യസ്അലു, ഇവിടെ യസ്അലൂൻ എന്നാണ്. അവർ ചോദിക്കുന്നു, ക നിന്നോട്, വയസ്അലൂനക അവർ നിന്നോട് ചോദിക്കുന്നു. നമുക്കറിയാം, നമ്മൾ ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പല ചോദ്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ രണ്ട് നിലക്കാണ്. ഒന്ന്, അറിയുവാനുള്ള ചോദ്യം. ആ ചോദ്യങ്ങളൊക്കെയും നമുക്കും ചോദിക്കാവുന്നതാണ്. അറിയാവുന്ന പണ്ഡിതന്മാരോടും വിവരമുള്ളവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് സത്യവിശ്വാസികളുടെ അടയാളമാണ്. എന്നാൽ തർക്കിക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയും ഒക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കാൻ പാടില്ല, അത് തീർത്തും തെറ്റാണ്. അതിവിടെയും നമ്മൾ ആമുഖമായി മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ഇവിടെ നമുക്കറിയാം, പ്രവാചകനോട് ചോദിച്ചിരുന്നതും പ്രവാചകനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ചോദിച്ച സൂറത്തുൽ ഇസ്രായിലൊക്കെ നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട്. ധാരാളം ചോദ്യങ്ങളുണ്ട് പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി. അതേപോലെ തന്നെ അറിയുന്നതിന് വേണ്ടിയും ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം, എല്ലാ നാടുകളിലും ചിലപ്പോൾ ചരിത്ര സംഭവങ്ങൾ, ആ നാട്ടിലുണ്ടായ ഒരു സംഭവം ആളുകളുടെ ഇടയിൽ അങ്ങനെ പറഞ്ഞ്, ഒരു വാക്കുകൾ ആളുകൾ തമ്മിൽ പറഞ്ഞ് അങ്ങനെ പ്രചരിച്ചിട്ടുണ്ടായിരിക്കാം ആ ചരിത്ര സംഭവത്തെക്കുറിച്ച്. എന്നാൽ അത് യഥാർത്ഥ സംഭവവുമായി വളരെ അകന്നിട്ടായിരിക്കും ഉണ്ടാവുക, വളരെ വ്യത്യാസമുണ്ടായിരിക്കും ആളുകൾ പറഞ്ഞു വരുമ്പോൾ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഗുഹാവാസികളെ കുറിച്ച് പറഞ്ഞപ്പോൾ കൗഫിനെ കുറിച്ചും പല ചോദ്യങ്ങളും പ്രവാചകനോട് ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിലും ഉള്ളത് ഈ പ്രവാചകന് വിവരമൊന്നുമില്ല എന്നുള്ള അർത്ഥത്തിലും ചോദിച്ച ആളുകളുണ്ട്. അല്ലെങ്കിൽ നീ ഒരു വലിയ വിവരമുള്ളവനാണല്ലോ, എന്നാൽ ഇതൊന്നു പറയൂ എന്ന അർത്ഥത്തിലൊക്കെ നിഷേധിക്കുന്നതിന് വേണ്ടിയും പരിഹസിക്കുന്നതിന് വേണ്ടിയും ഒക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. എന്നാൽ അറിയാൻ വേണ്ടി കൃത്യമായ വഹയിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് അറിയുന്നതിന് വേണ്ടി ചോദിച്ച ചോദ്യങ്ങളും നമുക്ക് വിശുദ്ധ ഖുർആനിൽ തന്നെ കാണാൻ കഴിയും. അപ്പൊ ഈ ചോദ്യത്തിലും അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ രണ്ടു തരത്തിലോ എന്താണോ ചോദിക്കുന്ന ആളുകളുടെ ഉദ്ദേശം എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. എന്നാൽ പ്രവാചകന് അത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് വഹയിന്റെ അടിസ്ഥാനത്തിൽ. എന്നാൽ ഇവിടെ ആ സഅല, അതാണ് ഇവിടെയും യസ്അലൂനക, നിന്നോട് അവർ ചോദിക്കുന്നു, അൻസിൽ ഖർനൈനി, സുൽഖർനൈനിയെ കുറിച്ച്. ഇവിടെ അൻ എന്ന് വന്നതുകൊണ്ടാണ് സിൽ ഖർനൈൻ എന്ന് പറയുന്നത്. സുൽഖർനൈനി എന്ന് ആണ് അതിന്റെ ആ വ്യക്തിയുടെ പേരായിട്ട് ഖുർആൻ പറയുന്നത്. രണ്ട് ഖർനൈൻ എന്ന് പറഞ്ഞാൽ 2 നൂറ്റാണ്ട് ജീവിച്ച, ഖർണ് എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ട് എന്നുള്ളതിനും അർത്ഥമുണ്ട്. അങ്ങനെ പല അർത്ഥങ്ങളും അതിനുണ്ട്. ഏതായാലും അദ്ദേഹത്തിന്റെ പേര്, വിശുദ്ധ ഖുർആൻ പറയുന്ന പേര് ഇതാണ്, ദുൽഖർനൈനി എന്നാണ്. ചരിത്ര ഗ്രന്ഥങ്ങളിലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റു പേരുകളിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. പക്ഷെ ഇവിടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ പേരാണ് നമുക്ക് സ്വീകാര്യയോഗ്യമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പോ നിന്നോട് അവർ ചോദിക്കുന്നു ദുൽഖർനൈനിയെ കുറിച്ച് അഥവാ ആ രാജാവിനെ കുറിച്ച് എന്നാണ് ഇവിടെ പറയുന്നത്. ഇതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്ന ഈ രാജാവ്, അദ്ദേഹം ഒരു സത്യവിശ്വാസിയായിരുന്നു, അതേപോലെ തന്നെ നീതിമാനായിരുന്നു, സൽക്കർമ്മിയായിരുന്നു. ആ നീതിമാനും സത്യവിശ്വാസിയും സൽക്കർമ്മിയുമായ ഒരു രാജാവായിരുന്നു ഈ ദുൽഖർനൈൻ എന്ന് പറയുന്ന രാജാവ്.
അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം കിഴക്ക് പടിഞ്ഞാറൻ രാജ്യങ്ങളിലൂടെ യാത്ര നടത്തിയെന്നും 3 യാത്രകളെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ഈ ആയത്തുകളിൽ തന്നെ 3 യാത്രകളെ കുറിച്ച്. അതിന്റെ 3ാമത്തെ യാത്രയിലാണ് ഈ 2 മലകൾക്കിടയിലുള്ള ഒരു പ്രദേശത്തെ പറ്റി സംസാരിക്കുന്നതും അവിടെയാണ് യജൂജ് മഅജൂജ് പുറപ്പെട്ട് മറ്റുള്ള ആളുകളെ, ആ രാജ്യക്കാരെ ആക്രമിക്കുന്നുണ്ട്, അതുകൊണ്ട് അതിനൊരു വഴി കണ്ടെത്തണം എന്നൊക്കെ പറയുകയും അതിന് വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്ത ഒരു കാര്യം പറയുന്നു. അപ്പൊ അദ്ദേഹം യാത്ര ചെയ്തിരുന്നു, രാജ്യങ്ങൾ പിടിച്ചടക്കിയിരുന്നു, അല്ലെങ്കിൽ രാജ്യങ്ങൾക്ക് അദ്ദേഹത്തിന് സ്വാധീനം കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതാണ് ആ രാജാവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദ്യമായിട്ട് അദ്ദേഹം സൽക്കർമ്മിയായിരുന്നു, അദ്ദേഹം നീതിമാനായിരുന്നു, അതേപോലെ തന്നെ അദ്ദേഹം നീതിമാനും സൽക്കർമ്മിയും സത്യവിശ്വാസിയുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് എന്തിനാണ് ഈ കഥ അല്ലെങ്കിൽ ഈ ചരിത്രം ഇവിടെ പറയുന്നത് എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ ലോകത്ത് വന്ന മറ്റുള്ള രാജാക്കന്മാരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് അവസാനത്തെ ആയത്തിൽ അത് നമുക്ക് വിശദീകരിക്കാം. എന്നിട്ട് ഇവിടെ അള്ളാഹു പറഞ്ഞത് അവർ നിന്നോട് ചോദിക്കുന്നു ദുൽഖർനൈനിയെ കുറിച്ച് എന്നുള്ളതാണ്. ഖുൽ, അവരോട് പറയുക, സഅത്ലു, ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം, ഓതി കേൾപ്പിച്ചു തരാം എന്നാണ്. സഅത്ലു എന്ന് പറഞ്ഞാൽ തിലാവത്തിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത്. സീൻ എന്തിനാ വന്നത്? കേൾപ്പിച്ചു തരാം എന്ന ആ ഭാവികാല പ്രയോഗത്തിനാണ്. സീനിനെ കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സഅത്ലു അലൈക്കും, നിങ്ങൾക്ക്. സഅത്ലു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു തരാം, മിൻഹു, അദ്ദേഹത്തെ കുറിച്ച്. സിക്ർ എന്ന് പറഞ്ഞതാണ് ആ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു അറിയിക്കൽ. സിക്ർ നമ്മൾ പഠിച്ചു പോയത് തന്നെയാണ്. സിക്റിനെ കുറിച്ച് ധാരാളം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ. പ്രസ്താവിക്കുക, അറിയപ്പെടുക, പറയപ്പെടുക എന്നൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റിനൊക്കെ പറയുന്നതാണ് ആ കാര്യം അറിയുന്നതിന്. അപ്പോ ഇവിടെ എന്താണ് പറഞ്ഞത്? സഅത്ലു അലൈക്കും മിൻഹു സിക്റ, അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു പ്രസ്താവന, ഒരു കാര്യം, ആ ഒരു പ്രസ്താവന ഞാൻ നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു തരാം എന്നുള്ളതാണ് പറയുന്നത്. അത് 83ാമത്തെ ആയത്തിലാണ് അത് പറയുന്നത്. ഇനി 84ാമത്തെ വചനത്തിൽ പറയുന്നത് ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർള്. ഇന്നാ, നിശ്ചയമായും നാം, അള്ളാഹു പറയാണ്, മക്കന്ന, സ്വാധീനം നൽകി. മക്കന്ന സ്വാധീനം നൽകി അല്ലെങ്കിൽ സൗകര്യം ഉണ്ടാക്കി കൊടുത്തു. ലഹു, അദ്ദേഹത്തിന്, ഫിൽ അർളി, ഭൂമിയിൽ. അപ്പൊ ഭൂമിയിൽ അദ്ദേഹത്തിന് സ്വാധീനം നൽകി എന്ന് പറഞ്ഞാൽ അധികാരം നൽകിയിട്ടുണ്ട്, രാജ്യങ്ങൾ ഭരിക്കാനുള്ള സ്വാധീനം നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ മക്കന്ന എന്നുള്ള പ്രയോഗം വേറെയും കാണാൻ കഴിയും. ധാരാളം സ്ഥലങ്ങളിൽ സ്വാധീനം നൽകിയത് പണ്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ സമുദായത്തിന്, സമൂഹത്തിനൊക്കെ, ലോകത്തിന് സ്വാധീനം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ വ ആതൈനാഹു, നാം അദ്ദേഹത്തിന് നൽകി. ആതൈന, നാം നൽകിയെന്ന. ആതൈനാഹു, അദ്ദേഹത്തിന്. അപ്പൊ അദ്ദേഹത്തിന് നാം നൽകുകയും ചെയ്തു. മിൻ കുല്ലി ഷൈഇൻ സബബ, മിൻ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിൽ നിന്നും അല്ലെങ്കിൽ എല്ലാ കാര്യത്തെ കുറിച്ചും, മിൻ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിനുമുള്ള ഒരു മാർഗം, അതാണ് സബബ്. സബബ് പറഞ്ഞ മാർഗം. അപ്പോ മിൻ കുല്ലി ഷൈഇൻ സബബ, അദ്ദേഹത്തിന് വാതൈനാഹു, നാം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. മിൻ കുല്ലി ഷൈഇൻ സബബ, എല്ലാ കാര്യത്തെക്കുറിച്ചുമുള്ള എല്ലാ കാര്യത്തിനും ആവശ്യമായ രീതിയിലുള്ള ഒരു മാർഗം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു എന്നുള്ളതാണ് 84ാമത്തെ വചനത്തിൽ പറയുന്നത്. എന്നിട്ട് 85ാമത്തെ വചനത്തിൽ ഫഅത്ബഅ സബബ, എന്താണ്? പിന്തുടർന്നു. സബബ, ആ ഒരു മാർഗം അദ്ദേഹം പിന്തുടർന്നു. അതിനനുസരിച്ചുള്ള ഒരു മാർഗം, അതായത് എല്ലാ ഭൂമിയിൽ സ്വാധീനം നൽകുകയും അധികാരം നൽകുകയും അതനുസരിച്ചുള്ള ഒരു മാർഗം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. എല്ലാ കാര്യത്തെക്കുറിച്ചുമുള്ള ആ മാർഗം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. ആ മാർഗം അനുസരിച്ച് അദ്ദേഹം ഒരു യാത്ര തുടർന്നു. അദ്ദേഹം പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിച്ചു എന്നൊക്കെയാണ് അതിന്റെ ആശയത്തിൽ തഫ്സീറുകൾ കാണാൻ കഴിയും. അദ്ദേഹം ആ ഒരു
ആ അള്ളാഹുവിൻ്റെ ആ ഒരു ആജ്ഞക്കനുസരിച്ചുള്ള ആ ഒരു പ്രസ്താവനക്ക് അറിയിച്ചു കൊടുത്തതിനനുസരിച്ച് അദ്ദേഹം ഒരു മാർഗം പിന്തുടർന്നു പോയി എന്നുള്ളതാണ്. അഥവാ അദ്ദേഹം രാജ്യങ്ങൾ കീഴടക്കിക്കൊണ്ട് അല്ലെങ്കിൽ രാജ്യങ്ങളെ സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഭരണം ഏറ്റെടുത്തുകൊണ്ട് തന്നെ അദ്ദേഹം മുന്നോട്ട് പോയി എന്നുള്ളതാണ് ഈ 85-ാമത്തെ വചനത്തിൽ. 85-ാമത്തെ വചനമാണ് സബബ എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 വചനങ്ങളാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇദ്ദേഹത്തിന് സ്വാധീനം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മള് എല്ലാ ഈ ലോകത്ത് വന്ന മുഴുവൻ രാജാക്കന്മാരെയും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വളരെ വിരളമായിരിക്കും, വിരലിലെണ്ണാവുന്ന ആളുകളായിരിക്കും ഇതേപോലെ സത്യസന്ധന്മാരും നീതിമാന്മാരും സത്യവിശ്വാസികളും ഒക്കെയായി പ്രജകൾക്ക് സൗകര്യവും അതേപോലെ തന്നെ പ്രജകൾക്ക് അംഗീകാരവും പ്രജകൾക്ക് നൽകേണ്ടത് പൂർണ്ണമായും നൽകിക്കൊണ്ട് നീതിമാനായി ജീവിച്ച ഭരണാധികാരികളെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറച്ചായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രവുമല്ല, അത് മറ്റുള്ള ഈ പ്രജകളെ സഹായം ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യുക മാത്രമല്ല ഇത്തരം രാജാക്കന്മാർ ചെയ്യുക, അവരെ ഉപദ്രവിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇപ്പൊ രാജ്യത്ത് നടന്ന മുഴുവൻ യുദ്ധങ്ങളെക്കുറിച്ചും നിങ്ങൾ പരിശോധിച്ചു നോക്കും. ഇപ്പോ നമുക്കുണ്ടായ ലോകമഹായുദ്ധങ്ങൾ, 2 ലോകമഹായുദ്ധങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ ആളുകൾ അതിന് നമ്മുടെ സമൂഹം അതിന് സാക്ഷിയായതാണ്. എന്തിനായിരുന്നു ഈ യുദ്ധങ്ങൾ നടന്നത്, ലോകമഹായുദ്ധങ്ങൾ നടന്നത് എന്ന് ചോദിച്ചാൽ ഈ പ്രജകളുടെ അല്ലെങ്കിൽ മാനവരാശിയുടെ ദാരിദ്ര്യം മാറിക്കിട്ടുന്നതിന് വേണ്ടിയായിരുന്നോ, അല്ലെങ്കിൽ മാനവരാശിക്ക് ഈ ദാരിദ്ര്യം മാറുകയും അവരുടെ വിദ്യാഭ്യാസത്തിനോ അവരുടെ ആരോഗ്യത്തിനോ അവരുടെ സാമ്പത്തിക വ്യവസ്ഥ നന്നാവുന്നതിന് വേണ്ടിയോ ഒക്കെ ആയിരുന്നോ ഇത്തരം യുദ്ധങ്ങൾ നടന്നത് എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. അതിനുത്തരം നമുക്ക് ഒരിക്കലും ലഭിക്കുകയില്ല. കാരണം എന്താണ്, എന്തിനാണ് ഈ യുദ്ധം നടന്നിരുന്നത് എന്നതിന് യാതൊരു തെളിവുമില്ല, അല്ലെങ്കിൽ അതിനൊരു മറുപടിയും ഇല്ല. അവരുടെ സ്വാധീനം ഉപയോഗിച്ച് അവർ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചു എന്നതിനപ്പുറത്തേക്കൊന്നുമില്ല. അതല്ലെങ്കിൽ ഞങ്ങളാണ് ഈ ലോകം ഭരിക്കേണ്ടത് എന്ന് ഈ യുദ്ധത്തിൽ ഏർപ്പെട്ട എല്ലാവരും വിചാരിച്ചു. ഞങ്ങളാണ് ലോകം ഭരിക്കേണ്ടത്. ജർമ്മനിയെ പോലുള്ള ആളുകൾ വിചാരിച്ചത് അങ്ങനെയാണ്. ലോകം ഭരിക്കേണ്ടത് ഞങ്ങളാണ്, അതിനുള്ള അവകാശം ഞങ്ങൾക്കാണ്. അതാണ് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ദേശീയതയാണ് അല്ലെങ്കിൽ ആ ഒരു വർഗീയതയാണ് അവരെ അതിന് പ്രേരിപ്പിച്ചത് എന്ന് കാണാൻ കഴിയും. അതായിരുന്നു ഇതിന്റെ തുടക്കവും ഒടുക്കവും എന്നുള്ളത്. നമുക്ക് നിങ്ങൾ ജനങ്ങൾക്ക് എന്ത് സംഭവിച്ചു? കോടിക്കണക്കിന് ജനങ്ങളാണ് അതിൽ കൊല്ലപ്പെട്ടത്. അതിനിഷ്ഠൂരമായി ആ യുദ്ധം കൊണ്ട് കൊല്ലപ്പെട്ടത് കോടിക്കണക്കിന് ജനങ്ങളാണ്. എന്ത് നേടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും നേടിയിട്ടില്ല. അപ്പോൾ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ജനങ്ങളുടെ ഈ രാജാക്കന്മാരുടെ ഒക്കെ സ്വഭാവം അതായിരുന്നു. പല പ്രത്യയശാസ്ത്രങ്ങളും നടപ്പിലാക്കുന്നതിന് വേണ്ടി ഈ ലോകത്ത് വന്ന പല പ്രത്യയശാസ്ത്രങ്ങളും മതനിരാസത്തിലേക്കുള്ള അത്തരത്തിലുള്ള പ്രത്യയശാസ്ത്രങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളെയാണ് അതിനിഷ്ഠൂരമായി ആ രാജാക്കന്മാർ അല്ലെങ്കിൽ ആ ഭരണാധികാരികൾ കൊന്നൊടുക്കിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ്. നമ്മൾ ആ ചരിത്രം പഠിക്കുമ്പോഴാണ് മനസ്സിലാക്കുക. വളരെ അതിഭീകരമായ രീതിയിൽ കൊന്നൊടുക്കുകയാണ് ഉണ്ടായത്. ഹിറ്റ്ലറുടെ സംഭവം നമുക്കറിയാം. ഹിറ്റ്ലർ വളരെ കാലങ്ങളോളം ആ രാജ്യത്തിലൂടെ സഞ്ചരിച്ച് അദ്ദേഹത്തിന് സ്വാധീനം കിട്ടിയപ്പോൾ ആ സ്വാധീനം എന്തിനായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചത്? ഏകദേശം 60 ലക്ഷത്തോളം ആ ജൂതന്മാരെ കൊന്നൊടുക്കുക എന്ന് മാത്രമല്ല അതിനിഷ്ഠൂരമായ രീതിയിൽ കൊന്നൊടുക്കുകയാണ് ഉണ്ടായത്. ചെറിയ കുട്ടികളെ പോലും അതേപോലെ തന്നെ സ്ത്രീകളെയും അത്രമാത്രം നിഷ്ഠൂരമായി കൊന്നൊടുക്കിയത് അദ്ദേഹത്തിന് സ്വാധീനം കിട്ടിയപ്പോഴാണ്. ഞാൻ മതി ഇവിടെ അല്ലെങ്കിൽ ഞങ്ങൾ മതി ഇവിടെ എന്നുള്ളതിൽ നിന്നാണ് അദ്ദേഹത്തിന് തോന്നിയത്.
അപ്പൊ ഇനി ഏത് കാലഘട്ടത്തിൽ നമുക്കറിയാം, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം പ്രബോധനത്തിന് വന്നപ്പോൾ ആ നാട്ടിലെ പ്രമാണിമാരും അധികാരമുള്ളവരുമാണ് അദ്ദേഹത്തിന് നേരെ തിരിഞ്ഞത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നപ്പോൾ ഫിർഔന്റെ സ്ഥിതി നമുക്കറിയാം, എന്തായിരുന്നു ഫിർഔൻ ചെയ്തത് എന്ന്. അവിടെയും ഫിർഔന്റെ പണി അതിനിഷ്ഠൂരമായ രീതിയിൽ കുട്ടികളെ കൊല്ലുകയായിരുന്നു. തൻ്റെ ഭരണത്തിന് തൻ്റെ ഭരണാധികാരം നഷ്ടപ്പെടുമോ എന്നുള്ള തോന്നലിൽ നിന്ന്, അല്ലെങ്കിൽ ആരോ പ്രവചിച്ച ഒരു പ്രവചനത്തിൽ നിന്ന്, ഈ ആൺകുട്ടിയിൽ നിന്നായിരിക്കും എൻ്റെ ഭരണാധികാരം നഷ്ടപ്പെടുക എന്നുള്ള തോന്നലിൽ നിന്ന് ഇനി പ്രസവിക്കുന്ന മുഴുവൻ ആൺകുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കുകയും സ്ത്രീകളെ വെറുതെ വിടുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള അതിനിഷ്ഠൂരമായ ഒരു ഭരണാധികാരിയായിരുന്നു ഫിർഔൻ എന്നുള്ളത്. ഇനി അവിടെ നിന്നങ്ങോട്ട് ഓരോ നോക്കൂ, നിങ്ങൾ പ്രവാചകന്മാരുടെ ചരിത്രം തന്നെ പരിശോധിച്ച് നോക്കൂ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നപ്പോൾ, അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്വാധീനം ഉണ്ടായിരുന്ന ആ ആളുകൾ പ്രവാചകനോട് ചെയ്തത് എന്തൊക്കെയാണ്? അപ്പൊ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒരു സ്വാധീനം നമുക്ക് നമ്മുടെ ഒരു വീട്ടിലോ അതല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലോ നമ്മുടെ രാജ്യത്തിനോ എവിടെയാണ് നമുക്ക് സ്വാധീനം കിട്ടുന്നത് എന്നെങ്കിൽ അത് സത്യസന്ധമായും നീതിയോടുകൂടിയും പ്രജകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആ സമൂഹത്തിന് വേണ്ടി ചെലവഴിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഇത്തരം ചരിത്ര കഥകളിൽ നിന്ന് നമുക്ക് പാഠമാവേണ്ടത്. അതുകൊണ്ടാണ് അദ്ദേഹം സത്യസന്ധനായിരുന്നു, അദ്ദേഹം സത്യവിശ്വാസിയായിരുന്നു, നീതിമാനായിരുന്നു എന്നൊക്കെ ഈ വിശുദ്ധ ഖുർആനിലെ അല്ലെങ്കിൽ ഇത്തരം ആയത്തുകളിലൂടെ പോകുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരം ആയത്തുകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ട ആ കാര്യമാണ് നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇത്തരം ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 83 മുതൽ 85 വരെയാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. വയസ്അലൂനക അൻസിൽ ഖർനൈൻ, അവർ നിന്നോട് ദുൽഖർനൈനെ കുറിച്ച് ചോദിക്കുന്നു. പറയുക സഅത്ലു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു തരാം, മിൻഹു അദ്ദേഹത്തെ കുറിച്ച് സിക്ര, ഒരു പ്രസ്താവന അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള ആ കഥ, ആ സംഭവം ഞാൻ നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു തരാം. ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർദ്, 84ാമത്തെ വചനത്തിൽ ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർദ്, അദ്ദേഹത്തിന് ഭൂമിയിൽ നാം സ്വാധീനം നൽകി. വഅതൈനാഹു, നാം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. മിൻ കുല്ലി ഷൈഇൻ സബബ, എല്ലാ കാര്യത്തെക്കുറിച്ചുമുള്ള ഒരു മാർഗം, ഒരു സൗകര്യം നാം അദ്ദേഹത്തിന് ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ഫഅത്ബഅ സബബ, ആ മാർഗം പിന്തുടർന്നുകൊണ്ട് അദ്ദേഹം അത് പിന്തുടർന്നു അദ്ദേഹം സബബ, ആ മാർഗം പിന്തുടർന്നുകൊണ്ട് അദ്ദേഹം യാത്ര പുറപ്പെടുകയും ചെയ്തു എന്നുള്ളത് പറഞ്ഞിട്ടാണ് ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.